ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ന് മുതൽ നരസിംഹ അവതാരമാണ് പഠിക്കാൻ പോകുന്നത്. ദശകം 25 നരസിംഹ അവതാരം, ശ്ലോകം 1. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയന്നാകൂർണ ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാ ഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പക്കശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, നരസിംഹ അവതാരത്തെ തൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഭാവനയാ കണ്ട ആ ഭക്തകവി തൽക്ഷണം പിന്നെ ഒന്നും പറയാൻ വയ്യാതെ നിർത്തുകയാണ് ചെയ്തത്. അനന്തരം എന്തുണ്ടായി എന്ന് ഈ ദശകത്തിലാണ് പറയുന്നത്. സ്തംഭേ ഘട്ടയതോ, തൂണിൽ ഇടിച്ച മാത്രയിൽ തന്നെ ഹിരണ്യകശിപോഹോ, ഹിരണ്യകശിപുവിൻ്റെ കർണൗ, 2 ചെവികളും സമാചൂർണയൻ, പൊട്ടിപ്പോകും വിധം, കാതു പൊട്ടും വിധം, ആകൂർണ ജഗതണ്ഡകുണ്ഡകുഹരഃ, ജഗത്താകുന്ന ബ്രഹ്മാണ്ഡം, ആ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും ഇളകിപ്പോകും വിധം, ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉൾഭാഗമെല്ലാം കിടന്ന് കറങ്ങുന്നതുപോലെ സകല ജീവജാലങ്ങളെയും വട്ടം തിരിക്കുന്ന അതിഘോരം, അതിഭയങ്കരമായ തവരവം, ഭഗവാനെ അങ്ങയുടെ ഒച്ച, ആ ശബ്ദം, അഭൂത് ഉണ്ടായി, ഭഗവാൻ അങ്ങനെ അലറി. ഈ ശബ്ദം മുമ്പെങ്ങും തന്നെ കേട്ടിട്ടേയില്ല. പൂർവം കഥാപി അശ്രുതം, മുമ്പെങ്ങും തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടേയില്ല ഭഗവാനെ. യം ശ്രുത്വാ, ഈ ശബ്ദം കേട്ടിട്ട്, ദൈത്യരാജഹൃദയേ, ദൈത്യന്മാരുടെ രാജാവായ ആ ദൈത്യേശ്വരനായ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ, കമ്പക്കശ്ചന, സംഭപാദകില, വിറയൽ, പരിഭ്രമം ഒക്കെ ഉണ്ടായി. ഹിരണ്യകശിപുവിൻ്റെ ശരീരമാകെ വിറച്ചു. ബ്രഹ്മാവ് തുടങ്ങി സകല ജീവജാലങ്ങളും പരിഭ്രാന്ത ചിത്തരായി. ഹിരണ്യകശിപുവിൻ്റെ സമസ്ത ഇന്ദ്രിയങ്ങളും നിർവ്യാപാരങ്ങളായി തീർന്നു. അംഭോജഭൂഹു, അംബസിൽ നിന്നുണ്ടായ ആ ബ്രഹ്മാവ് പോലും, അപി വിഷ്ടരാത് ചലിതഃ, ആ സത്യലോകത്തിൽ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും വല്ലാതെ ഇളകിപ്പോയി. തൂണിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ വയ്യെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് 24-ാമത്തെ ദശകം ഭട്ടതിരിപ്പാട് ഉപസംഹരിച്ചത്. അത് അവർണ്ണനാതീതമായിരുന്നു എന്ന താല്പര്യം. അപ്പോൾ നരസിംഹത്തിൻ്റെ ഭയങ്കര ഗർജനം കേൾക്കപ്പെട്ടു. അത് ഹിരണ്യകശിപുവിൻ്റെ ചെവികൾ തന്നെ തകർത്തതുപോലെയായി. അത് ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവനും കറക്കി മറിച്ചു കളഞ്ഞു. മുമ്പ് കേട്ടിട്ടില്ലാത്ത ആ ഗർജനം അസുരരാജാവിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഞെട്ടലുണ്ടാക്കി. ബ്രഹ്മാവ് പോലും ഇരിപ്പിടം വിട്ടിളകി. പ്രപഞ്ചത്തെ കിടുകിടെ വിറപ്പിച്ച് ഇളക്കുന്ന ശബ്ദം അതെവിടെ നിന്ന് വരുന്നു? ഭയങ്കരമായ ഇടിനാദം കേട്ട് നമ്മൾ ഞെട്ടാറുണ്ട്. അത് സാരമില്ല. പ്രപഞ്ച ഹൃദയത്തെ ഞെട്ടിപ്പിക്കുന്ന ശബ്ദം, പ്രപഞ്ചാതീതമായ ശബ്ദം, അത്തരം ഭയങ്കര നാദമാണ് നരസിംഹമൂർത്തിയിൽ നിന്നുയർന്നത്. ശബ്ദം കേട്ട് ഏതാണ്ട് നിഷ്പന്ദനായി തീർന്നു അസുരേശ്വരൻ. ബ്രഹ്മാവ് പോലും ഇളകത്തക്കവണ്ണം ഭയാനകമായിരുന്നല്ലോ ആ ഗർജനം.
ഇതെന്താണെന്നിങ്ങനെ കേട്ടവരൊക്കെ പകച്ചുപോയി. നരസിംഹത്തിനെ ചിന്തിച്ചാൽ ഭക്തന്മാർക്ക് ആനന്ദമാണ്. കാരണം എന്താ? അധർമ്മികളെ നശിപ്പിക്കാനാണ് ഭഗവാന്റെ അവതാരം. ധർമ്മമാർഗത്തിൽ നടക്കുന്നവരെ നശിപ്പിക്കുക, സമാധാനം ഇല്ലാത്ത വിധത്തിൽ ദ്രോഹം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ അസുരന്മാർ സന്തോഷിക്കുന്നു. ഒരിക്കലും അധർമ്മത്തിൽ മനസ്സ് ഇളകരുത്. ധർമ്മമാർഗത്തിൽ നടക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ദേവനായാലും ദൈത്യനായാലും മനുഷ്യനായാലും ധർമ്മിഷ്ഠനെ ഭഗവാൻ രക്ഷിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭഗവാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. സർവചരാചരങ്ങളിലും ഞാനുണ്ട് എന്ന് ഈ ദശകത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകത്തിലാണ് ഭഗവാന്റെ അവതാരം വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്ലോകം 2. ദൈത്യേദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം ബഭുസ്തേ വിഭോ കിം കിം ഭീഷണമേതദത്ഭുതമിതി ഉൽഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാസമാജൃംഭഥാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. നരസിംഹാവതാരം. ഈ ശ്ലോകത്തിൻ്റെ സാമാന്യാർത്ഥവും സാരാംശവും നോക്കാം. ദൈത്യേദിക്ഷു, അസുരനായ ഹിരണ്യകശിപു ദിക്കുകളിലെല്ലാം വിസൃഷ്ടചക്ഷുഷി, 4 ദിക്കുകളിലും കണ്ണുപായിച്ചു. മഹാസംരംഭിണി, എങ്ങനെയാണ് നോക്കിയത്? ഭയങ്കരമായ കോപത്തോടുകൂടി 4 ഭാഗത്തും നോക്കി. എവിടുന്നാ ശബ്ദം വന്നത്? അത്യന്തം ക്രുദ്ധനായി. അപ്പോൾ എന്താ കണ്ടത്? തേ വപുഹു, ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശരീരം എങ്ങനെയുള്ളത്? ന മൃഗാത്മകം ന മനുജാകാരം, മൃഗവുമല്ല മനുഷ്യനുമല്ല, രണ്ടും കൂടി ചേർന്ന സ്വരൂപം. സ്തംഭതഃ സംഭൂതം, ആ തൂണിൽ നിന്നും ഉണ്ടായി. ആ തൂണിൽ നിന്ന് പുറത്ത് ചാടി വരുന്നതാണ് കണ്ടത്. കിം കിം ഭീഷണം, ഇതെന്താണ്? എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതദത്ഭുതമിതി, ഭയാനകമായ ഈ രൂപം, അത്ഭുതം അത്ഭുതം എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്പരന്നുപോയി. ഉൽഭ്രാന്തചിത്തേ അസുരേ, ആസുരനായ ഹിരണ്യകശിപു വളരെ പരിഭ്രമിച്ച മനസ്സോടുകൂടി, ഭയന്ന മനസ്സോടുകൂടിയവനായി ഭ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ആ അസുരാധമൻ നോക്കി നിൽക്കവേ വിസ്ഫൂർച്ഛദ്ധവളഃ, വിടർന്ന് വെളുത്ത 4 ചുറ്റും പ്രകാശം പരത്തുന്ന രോമങ്ങൾ, ഉഗ്രരോമ വികസത്, ഉഗ്രങ്ങളായ ആ രോമങ്ങളോടുകൂടിയ ഭഗവാൻ അതാ വർഷ്മാസമാജൃംഭഥാഃ, ശരീരത്തോടുകൂടി വളരാൻ തുടങ്ങി. വിജൃംഭിച്ചു. ഭഗവാൻ വളർന്ന വിരാട് സ്വരൂപം പോലെയായി തീർന്നു.
തൂണിൽ ഇടിച്ചതും ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഗർജനത്തോടുകൂടി വല്ലാത്തൊരു ഗർജനം കേട്ടിട്ട് ആ ദൈത്യ രാജാവ് അതികഠിനമായി കോപിച്ച് 4 ദിക്കിലേക്കും പരിഭ്രാന്തനായി കണ്ണുകൾ പായിച്ചു. അപ്പോൾ എന്താ കണ്ടത്? മൃഗവുമല്ല മനുഷ്യനുമല്ലാത്തൊരു രൂപം ആ തൂണിൽ നിന്നും ഉയർന്നു വന്നു. ഭീകരവും അത്യത്ഭുതവുമായ ആ രൂപം എന്തെന്ന് ഊഹിക്കാനാകാതെ ആ അസുര ചക്രവർത്തി സംഭ്രാന്തചിത്തനായി തീർന്നു. ആ രൂപം വളർന്ന് വെളുത്ത് കൂർത്തിരിക്കുന്ന സടയോടുകൂടിയ സിംഹമുഖവും മനുഷ്യ ശരീരവുമുള്ള അത്ഭുത ദിവ്യരൂപം ക്രമേണ വളർന്ന് ആകാശം ഭേദിക്കും മട്ട് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ അവതാരമാണ് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ കേട്ടത്. അഖണ്ഡമായ ബോധത്തിൻ്റെ പ്രോജ്വലമായ ബുദ്ധിയെടുത്ത ആകൃതിയാണ് ഇത്. ആ ഹിരണ്യകശിപു വാങ്ങിയ വരം, ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയ വരം അനുസരിച്ച് ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ പറഞ്ഞു വരുമ്പോൾ ബ്രഹ്മസൃഷ്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നോ, ഒരാളോ പകലോ രാത്രിയിലോ ആകാശത്ത് വച്ചോ ഭൂമിയിൽ വച്ചോ ഗ്രഹത്തിനകത്ത് വച്ചോ പുറത്തോ വച്ചോ ആയുധങ്ങൾ കൊണ്ടോ തന്നെ കൊല്ലാൻ പാടില്ലെന്നാണ് വരം കിട്ടിയത്. മുഖം സിംഹത്തിൻ്റേത്, ശരീരം മനുഷ്യൻ്റേത്, ഇങ്ങനെയൊന്ന് ബ്രഹ്മസൃഷ്ടിയിലില്ല. സ്തംഭത്തിൽ നിന്നുണ്ടാകുകയും അത് പിളർന്ന് വിരാട് സ്വരൂപം പോലെയായി തീരുകയും ചെയ്യുക എന്നുള്ളതും ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ഇല്ല. അഖണ്ഡമായ ബോധത്തിൻ്റെ പ്രോജ്വലമായ ബുദ്ധിയെടുത്ത ആകൃതിയാണിത്. സന്ധ്യയ്ക്ക് ഉമ്മറപ്പടിയിൽ വച്ച് നഖങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിനെ വധിക്കുമ്പോൾ 1000 മനുഷ്യൻ്റെ ഉത്തുംഗ ബുദ്ധി കണ്ടുപിടിക്കുന്ന പദ്ധതി മാറ്റിമറിക്കാൻ സഹായിക്കുന്ന മേധ മനുഷ്യചിന്തയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ നരസിംഹരൂപം. എല്ലാവർക്കും നരസിംഹസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്ലോകം 3. തപ്ത സ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനുകുംബിതാംബരമഹോ ജിയാതവേദം വപുഃ വ്യാപ്തമഹാദരീ സഗമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗോഡാമരം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. തപ്ത സ്വർണ സവർണ ഘൂർണത അതിരൂക്ഷാക്ഷം. ഭഗവാന്റെ നിറം എങ്ങനെ? പഴുപ്പിച്ച സ്വർണത്തിന് സമാനമായ വർണ്ണത്തോടുകൂടിയ നിറം, ഉരുക്കിയ തങ്കത്തിൻ്റെ നിറം. അതിരൂക്ഷാക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. കണ്ണുകൾ എങ്ങനെ? അതിരൂക്ഷാക്ഷം, അത്യന്തം ഭയാനകങ്ങളും ഉരുട്ടി ഇളക്കുന്ന കറക്കുന്ന ചുവന്ന കണ്ണുകൾ. ആ ഹിരണ്യകശിപു പേടിച്ചുപോയി. സടാകേസര പ്രോത്കമ്പ പ്രനുകുംബിതാംബരം. നികുംബിതം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ട, കേസരം എന്ന് പറഞ്ഞാൽ താടിയിലെ കുഞ്ചുരോമങ്ങൾ, സട തലമുടി.
ആ സടാകേസരങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? അമ്പരത്തെ, ആകാശത്തെ മറയ്ക്കുന്ന നീണ്ട സടാകേസരങ്ങൾ. അഹോ ആശ്ചര്യം. വ്യാപ്ത മഹാദരീ സകമുഖം. മുഖം എന്ന് പറഞ്ഞാൽ വായ എന്നാണ് അർത്ഥം. വായ എങ്ങനെയാണ്? വ്യാപ്ത വിസ്താരമേറിയ പിളർന്ന ഗുഹാതുല്യമായിട്ടുള്ള മുഖം. ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വ. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക്. നാക്ക് എങ്ങനെയിരിക്കുന്നു? ഖഡ്ഗം, വാൾ പോലെ മൂർച്ചയേറിയതാണ് ഭഗവാന്റെ നാവ്. അത് ഭയങ്കരവും ചുഴറ്റുന്നതുമായിരുന്നു. വാൾ പയറ്റുകാരന്മാർ വാളിനെ ചുഴറ്റുന്നത് പോലെ ഭഗവാൻ അങ്ങനെ നാക്കിനെ ചുഴറ്റുന്നുണ്ട്. നിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗോഡാമരം. ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ തേറ്റപ്പല്ല്, യുഗം എന്ന് പറഞ്ഞാൽ രണ്ട്. ആ രണ്ട് തേറ്റപ്പല്ലുകൾ എങ്ങനെയായിരുന്നു? നാവ് പുറത്തേക്കിടുമ്പോൾ കാണപ്പെടുന്ന അതിമഹത്വം അത്യന്തം ദാരുണങ്ങളുമായ രണ്ട് ദംഷ്ട്രകൾ, തേറ്റപ്പല്ലുകൾ. ആ ദംഷ്ട്രകൾ ഭഗവാനത നല്ലവണ്ണം വിറപ്പിക്കുന്നു. അങ്ങനെയുള്ള തവ ഇതം വപു ജിയാദ്. ഭഗവാനെ, അങ്ങയുടെ ഈ ശരീരം ജയിക്കട്ടെ. ഭക്തജനങ്ങൾക്ക് സമാധാനം നൽകാൻ ഏത് രൂപം ധരിച്ചും ഭഗവാൻ എത്തും. അധർമ്മികളെ നശിപ്പിക്കും. ധർമ്മമാർഗത്തിൽ നടക്കുന്നവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. ഭഗവാനെ, അങ്ങയുടെ ഈ രൂപം സജ്ജനങ്ങൾക്ക് സമാധാനവും ആഹ്ലാദവും പ്രദാനം ചെയ്യുന്നു. ദുർജനങ്ങൾക്കാണെങ്കിലോ ദുഃഖവും ഭയവും ജനിപ്പിക്കുന്നു. അങ്ങനെയുള്ള അത്യന്ത അത്ഭുതകരമായ മൂർത്തി ഭക്താർത്ഥി ഭഞ്ജനത്തിനായിട്ട് സൽവോത്കർഷേണ വർത്തിക്കുമാറാകട്ടെ. ഈ രൂപം എന്നുമെന്നും ഞങ്ങളുടെ മനോമുകുരങ്ങളിൽ തെളിഞ്ഞു പ്രകാശിക്കണമേ. ഇവിടെ 2, 3, 4 ശ്ലോകങ്ങൾ കൊണ്ട് നരസിംഹത്തെ കവി വർണ്ണിക്കുകയാണ്. ഭഗവത് സ്വരൂപത്തിൻ്റെ അസാധാരണത്വം ഭക്തൻ്റെ സങ്കല്പത്തിലുള്ളതാകയാൽ ഭക്തിരസത്തോട് അതിന് വളരെ അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് കവി അവസരം വരുമ്പോൾ ഭഗവത് അവതാര രൂപങ്ങൾ വർണ്ണിക്കുന്നത്. അഗ്നിയിലിട്ട് ചുട്ടുകൊഴുപ്പിച്ച സ്വർണം നല്ലവണ്ണം ചുമന്ന് ഉജ്ജ്വലമായി പ്രകാശിക്കും. അതുപോലെയാണ് നരസിംഹത്തിൻ്റെ 2 കണ്ണുകൾ. അത് കറങ്ങുന്നുണ്ട്. അതിഭയങ്കരങ്ങളാണ്. വെളുത്ത രോമങ്ങൾ ഇളകി വിടർന്ന് ആകാശത്തെ മറയ്ക്കുന്നുണ്ട്. തുറന്ന് വിസ്തൃതിയിലുള്ള വലിയ ഗുഹതുല്യമാണ് മുഖം. വാളുപോലെ ഭയങ്കരവും ചലിക്കുന്നതും വലിപ്പമുള്ളതുമായ നാവ് വെളിയിൽ തള്ളുമ്പോൾ കാണപ്പെടുന്ന മഹത്തായ 2 ദംഷ്ട്രകൾ. അത് വിറപ്പിക്കുന്നതായിരുന്നു. ഭീഷണമായ ആ സ്വരൂപം ഭക്തന്മാർക്ക് അനുഗ്രഹപരവും അധർമ്മചാരികൾക്ക് ഭയങ്കരവുമായി തന്നെ പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം ഭക്തന്മാരുടെ ഹൃദയത്തിൽ വസിച്ച് എല്ലാ ദുഃഖങ്ങളും മാറ്റട്ടെ. സത്യത്തിൻ്റെ മാർഗത്തിൽ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് പരമമായ ആനന്ദം അനുഭവിക്കുന്നവർക്ക് ഭഗവാന്റെ സ്വരൂപത്തെ കാണാനായിട്ട് സാധിക്കും. ഹരി ഓം നമസ്തേ. ശ്ലോകം 4. ഉത്സർപ്പത്വലിഭംഗഭീഷണഹനും ഹൃസ്വസ്തവീയസ്തര ഗ്രീവം പീവരദോ സദോദ്ഗതനഖ ക്രൂരാംശു ദൂരോൽബണം വ്യോമോ ലംഘിഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവത തന്നാരസിംഹം വപുഃ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഉത്സർപ്പത് വലിഭംഗ ഭീഷണ ഹനും. ഹനും എന്ന് പറഞ്ഞാൽ കീഴ്ത്താടി എന്നാണ് അർത്ഥം. ഹേ ഭഗവൻ, നിരന്തരമായ സിംഹനാദത്താൽ ഉണ്ടാകുന്ന നിരവധി മുഖച്ചുളിവുകൾ കൊണ്ട് ഭയങ്കരങ്ങളായി തീർന്ന ഹനു, അതായത് ആ ഭഗവാന്റെ താടി, കവിൾത്തടം
നിരവധി ചുളിവുകൾ കൊണ്ട് ഭയങ്കരങ്ങളായി തീർന്നിരുന്നു. സമുദ്രത്തിൽ അലകൾ അടിക്കുന്നത് പോലെ. ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം. ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്. കഴുത്ത് എങ്ങനെയുള്ളതായിരുന്നു? നീളം കുറഞ്ഞതും വളരെ തടിച്ചതുമായിരുന്നു. നല്ല തടിയുള്ളവരുടെ കഴുത്ത് ഇങ്ങനെ നീളം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. പീവരദോ സദോ ഗതനഖ ക്രൂരാംശു ദൂരോൽബണം. പീവര എന്ന് പറഞ്ഞാൽ തടിച്ചു കൊഴുത്ത അനേകം കൈകളിലുള്ള നഖങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രകാശകിരണങ്ങൾ, അതിൽ നിന്നും നൂറ്റിക്കണക്കിന് ക്രൂരമായ രശ്മികൾ പുറത്തേക്കിങ്ങനെ ഒഴുകുന്നു. കാണുന്നവരുടെ കണ്ണഞ്ചിപ്പിക്കുന്നു. അത്രത്തോളം പ്രകാശകിരണങ്ങൾ ആണ് ഭഗവന്റെ ആ നഖത്തിൽ നിന്നും വരുന്നത്. പിന്നെയോ വ്യോമോലംഘി. ആകാശം മുട്ടി നിൽക്കുന്ന മഴ പെയ്യാൻ ഒരുങ്ങിയ മേഘങ്ങളുടെ ഇടിമുഴക്കത്തിന് തുല്യമായ അട്ടഹാസം. വ്യോമോലംഘി ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത. ശത്രുവൃന്ദത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്ന മേഘനാഥ തുല്യമായ അട്ടഹാസം, ആകാശത്തെ അതിക്രമിച്ചിരിക്കുന്ന ഭയങ്കരാകാരം. അങ്ങനെയുള്ള ഭവതഃ അങ്ങയുടെ തത് നാരസിംഹം ബഭുഹു ഈ നരസിംഹമൂർത്തിയെ നമാമി ഞാനിതാ നമസ്കരിക്കുന്നു. ഭഗവാനെ, അങ്ങയുടെ നരസിംഹാകാരമായ വപുസ് എൻ്റെ ഉള്ളിൽ എന്നും തെളിഞ്ഞു വിളങ്ങണമേ. ഈ ഭഗവാനെ വർണ്ണിക്കാൻ ഞാൻ അശക്തനാണ്. ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാനെ ഇത്രമാത്രം ഞാൻ ചെയ്യാം. അങ്ങയെ ഞാൻ നമസ്കരിക്കാം. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കുകൾക്കും മനസ്സിനും ഭഗവാനിൽ എത്താൻ സാധ്യമല്ല. രണ്ടിനെയും പ്രകാശിപ്പിക്കുന്ന ഭഗവാൻ എനിക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു ഭഗവാനെ. ഇവിടെ അട്ടഹാസം കൊണ്ട് മുഖത്തിന് വലികൾ പോലെ അത് മേൽപോട്ട് കയറും. അവയ്ക്കിടയിൽ ചുളിവുകൾ ഉണ്ടാകും. അങ്ങനെ വലികളും ചുളിവുകളും കൊണ്ട് നരസിംഹത്തിൻ്റെ താടിയിലെ സന്ധികൾ ഭയങ്കരങ്ങളായി തീർന്നു. കഴുത്ത് നീളം കുറഞ്ഞ് തടിച്ചതായിരുന്നു. തടിച്ച കൈകളിലെ നഖങ്ങളുടെ രശ്മികൾ ഭയങ്കരങ്ങളായിരുന്നു. ആകാശത്തെയും ഭേദിച്ചു നിൽക്കുന്ന രൂപമായിരുന്നു അത്. പ്രളയകാലത്ത് സംവർത്തമേഘത്തിൻ്റെ നാദത്തിനു തുല്യമായ ഗംഭീര ഗർജനം കൊണ്ട് ശത്രുക്കൾ പോലും ഭയന്ന് അകലത്തേക്ക് ഓടിമറയുന്നു. അങ്ങനെയുള്ള ഭീകര നരസിംഹരൂപം ഞാൻ നമസ്കരിക്കുന്നു. നരസിംഹത്തിന് കൈകൾ അനേകമായിരുന്നു. രൂപം ആകാശം അതിക്രമിച്ചു നിൽക്കുന്നതായിരുന്നു. അലർച്ച ദിക്കുകളങ്ങും വ്യാപിച്ചു നിന്നു. ആ ശബ്ദം കൽപ്പാന്ത കാലത്തോളം മേഘനാഥ സദൃശ്യമായിരുന്നു. അത് കേട്ട് ശത്രുക്കൾ ഭയന്ന് പലായനം ചെയ്തു. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതും ധർമ്മസംരക്ഷണം നടത്തുന്നതുമായ ആ ഭഗവത് രൂപം ഭക്തിയോടുകൂടി ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് പ്രസ്താവിക്കുന്നു. നമുക്കും ആ ഭഗവാനെ, നരസിംഹമൂർത്തിയെ നമസ്കരിക്കാം. ഹരിയോം നമസ്തേ. ശ്ലോകം 5. നൂനം വിഷ്ണുരയം നിഹന്മ്യമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പിതൃഭ്യാമമം വീരോ നിർഗളിതോദ ഖഡ്ഗഫലകൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്ണൻ പുനരാപപാദഭുവന ഗ്രാസോദ്യതം ത്വാമഹോ. സാമാന്യാർത്ഥവും സാരാംശവും നോക്കാം. ഇവിടെ ഭട്ടതിരിപ്പാട് പറയാണ്, അയം വിഷ്ണുഹു നൂനം, ഇവൻ വിഷ്ണു തന്നെയാണ് എന്ന് ആ ഹിരണ്യകശിപുവിന് മനസ്സിലായി. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണ്. അമം നിഹന്മി, ഇവനെ ഞാൻ കൊല്ലും. ഈ വിഷ്ണുവിനെ, എൻ്റെ അനിയനെ, ഹിരണ്യാക്ഷനെ കൊന്ന വിഷ്ണു, അവനെ കൊന്നിട്ടേ ഇരിക്കൂ. ഇതി ഭ്രാമ്യത് ഗദാഭീഷണം എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട്
ഗദ ചുഴറ്റിക്കൊണ്ട് അടുത്തേക്ക് പാഞ്ഞു വരുന്ന സമുപാദ്രവന്തം അമും ദൈത്യേന്ദ്രം ആ അസുരരാജാവായ ഹിരണ്യകശിപുവിനെ പിതൃഭ്യാം ദോർഭ്യാം അധൃതാഹ വലിയ ശക്തങ്ങളായ കൈകൾ കൊണ്ട് കടന്നു പിടിച്ചു. വീരഹ അത നിർഗളിതഃ വീരനായ ഹിരണ്യകശിപുവാകട്ടെ വീണ്ടും ഭഗവാന്റെ പിടിയിൽ നിന്നും കുതറിമാറി പൂച്ചയെലിയെ പിടിക്കുന്നത് പോലെ പിടിക്കും വിടും, പിടിക്കും വിടും. ഖഡ്ഗപലഘോ ഗൃണ്ണൻ ഖഡ്ഗവും പരിചയമെടുത്തിട്ട്, ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാളും പരിചയമെടുത്തിട്ട് വിചിത്രശ്രമാൻ വ്യാവൃണ്ണൻ പല അഭ്യാസങ്ങളും അടവുകളും ആ ഹിരണ്യകശിപു കാണിച്ചുകൊണ്ടേയിരുന്നു. പുനഃ പിന്നീട് ഭുവനഗ്രാസോദ്യതം ഭുവനം മുഴുവനും പ്രപഞ്ചത്തെ ഒന്നോടെ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ത്വാം ഭഗവാനെ അങ്ങേ ആപപാത ആക്രമിക്കാനായിട്ട് അവൻ വീണ്ടും ചാടി വന്നു. അഹോ അത്യാശ്ചര്യം എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. എപ്രകാരമാണോ ശലഭം അഗ്നിയിലേക്ക് വീഴുന്നത് അതുപോലെയാണ് ആ ഹിരണ്യകശിപു ഭഗവാന്റെ അടുത്തേക്ക് ചാടി വന്നത്. ഇതിൽ അസുരൻ്റെ അഹങ്കാരവും മൗഢ്യവും നമുക്ക് കാണാൻ സാധിക്കും. നരസിംഹത്തിൻ്റെ രൂപവും അലർച്ചയും എല്ലാം നേരിൽ അനുഭവിച്ച ഹിരണ്യകശിപു ഇത് വിഷ്ണു തന്നെയാണെന്നും ഇവനെ ഞാനിപ്പോൾ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ചുഴറ്റുന്ന ഗദയുമായി നരസിംഹത്തിൻ്റെ നേരെ ഓടിച്ചെല്ലുന്നു. ഹിരണ്യകശിപുവിനെ നരസിംഹം തൻ്റെ നീണ്ടു തടിച്ച കൈകൾക്കുള്ളിൽ ഒതുക്കിക്കളഞ്ഞു. വീരനായ അസുരനാകട്ടെ നരസിംഹത്തിൻ്റെ കരത്തിൽ നിന്നും പിടിവിട്ടകന്ന് വാളും പരിചയം എടുത്തുകൊണ്ട് പലതരത്തിലുള്ള യുദ്ധമറകൾ കൊണ്ട് ഭഗവാനെ വധിക്കാൻ വിഫലശ്രമം നടത്തുകയാണ്. ലോകത്തെ മുഴുവനും വിഴുങ്ങാൻ തക്കവണ്ണം വലിപ്പമുള്ള ഭീകര രൂപത്തോടുകൂടിയ ഭഗവാന്റെ നേരെ അവൻ ചാടി വീഴുകയും ചെയ്തു. ഭഗവാൻ തൻ്റെ ഭക്തനായ ബ്രഹ്മാവിൻ്റെ വാക്കിനെ സത്യമാക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗരുഡൻ പാമ്പിനെ പിടിച്ച് വിട്ട് കളിക്കുന്നത് പോലെ ഇവനെ ഇട്ട് കളിപ്പിക്കുകയാണ് ഭഗവാൻ. ഹരി ഓം. ഇനി അടുത്തതിലാണ് ആ ഹിരണ്യകശിപുവിൻ്റെ വധം നടക്കുന്നത്. അത് അടുത്ത ദിവസം നമുക്ക് കാണാം. ഹരി ഓം നമസ്തേ. ശ്ലോകം 6. ഭ്രാമ്യന്തം ദിദിജാധമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യം ജവാദ് ദോരേധോരിയുഗേ നിപാത്യ നഗരാൻ വ്യുത്ഖായ വക്ഷോ ഭുവി നിർഭിന്ദന്നതിഗർഭ നിർഭരഗളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഭ്രാമ്യന്തം ചുറ്റിക്കറങ്ങി ഓടിത്തിരിഞ്ഞ് മറിയുന്ന, ദിതിജാധമം ദിതിയിൽ നിന്നും ജാതനായ ആധമൻ, അതായത് അസുരാധമനായ ഹിരണ്യകശിപു പലവിധ സമരമുറകൾ പ്രയോഗിക്കുകയാണ്. ഭഗവാൻ പിടിക്കും, എന്നിട്ട് പിടിവിടും, അകലും. അങ്ങനെ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന ആ ദൈത്യനെ ഭഗവാൻ എന്തു ചെയ്തു? പുനഃ അപി വീണ്ടും, ജവാദ് വേഗത്തിൽ, ദോർഭ്യാം പ്രോദ്ഗൃഹ്യ തൻ്റെ 2 കൈകൾ കൊണ്ട് മുറുകെ കടന്നു പിടിച്ചു. എന്നിട്ട് എന്തു ചെയ്തു? അധദ്വാരേ പിന്നീട് ഉമ്മറപ്പടിയിൽ, അതായത് വാതുക്കൽ, ഊരുയുഗേ തൻ്റെ 2 തുടയിലായിട്ട്, നിപാത്യ വീഴ്ത്തി കിടത്തിയിട്ട്, വക്ഷോഭുവി മാറിടത്തിൽ, നഖരാൻവുദ്ഖായ കത്തി പോലെ മൂർച്ചയുള്ള നഖങ്ങളെ കടത്തി വിട്ടിട്ട്, നിർഭിന്ദൻ മാറുപിളർന്ന്,
അതിഗർഭനിർഭരകള രക്താംബു മാറിൽ നിന്നും ഇടതടവില്ലാതെ കുടുകുടെ ഒഴുകിവരുന്ന രക്തത്തെ ബദ്ധോത്സവം ഉത്സാഹത്തോടെ ബഹുരസമായി പായം പായം വീണ്ടും വീണ്ടും കുടിച്ചിട്ട് ബഹുജഗത് സംഹാരി സിംഹാരവാൻ ജഗത്തിലെ അധർമ്മികളെ എല്ലാ ലോകങ്ങളെയും സംഹരിക്കാൻ കഴിയുന്ന പര്യാപ്തമായ വിധം സിംഹനാദങ്ങളെ പുറപ്പെടുവിപ്പിച്ചു. ഭഗവാൻ ഹിരണ്യകശിപുവിനെ വധിച്ചു. ഭഗവാൻ തൻ്റെ ഭക്തനായ ബ്രഹ്മാവിൻ്റെ വാക്കിനെ സത്യമാക്കാനാണ് നരസിംഹ വേഷത്തിൽ വന്നത്. ഗരുഡൻ പാമ്പിനെ പിടിച്ച് വിട്ട് കളിക്കുന്നത് പോലെ ഹിരണ്യകശിപുവിനെ ഇട്ട് കളിപ്പിച്ചു. എന്തിനാണ്? സന്ധ്യയാകണ്ടേ. സന്ധ്യയായി. ഭഗവാൻ ഹിരണ്യകശിപുവിനെ പിടിച്ചു വലിച്ച് ഉമ്മറപ്പടിയിൽ വന്നിരുന്നു. തൻ്റെ മടിയിൽ കിടത്തി. ഭാഗ്യമുള്ളവൻ. എന്താ ഭാഗ്യം? ഭഗവാന്റെ മടിയിൽ കിടക്കാൻ പറ്റിയില്ലേ. ഭഗവാൻ തൻ്റെ നഖങ്ങളെ കൊണ്ട് അവൻ്റെ മാറ് പിളർന്നു. മാറിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. ഭഗവാൻ അവയെല്ലാം പായം പായം കുടിച്ചു. അവൻ്റെ കുടൽമാല പുറത്തെടുത്ത് അണിഞ്ഞു. എന്നിട്ട് അട്ടഹസിച്ചു. ബ്രഹ്മാവ് നൽകിയിട്ടുള്ള വരത്തിലെ വ്യവസ്ഥകൾക്ക് ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ ആണ് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചത്. ബ്രഹ്മാവ് നൽകിയ വരത്തിലെ വ്യവസ്ഥകൾ മനുഷ്യനോ മൃഗമോ കൊല്ലരുത്. എന്താ സംഭവിച്ചത്? മനുഷ്യനും മൃഗവുമല്ലാതെ നരസിംഹം കൊല്ലുന്നു. പകലും രാത്രിയും കൊല്ലപ്പെടരുത്. സായം സന്ധിക്കാണ് വധം സംഭവിക്കുന്നത്. അകത്തും പുറത്തും വെച്ച് കൊല്ലരുത്. അകവും പുറവുമല്ലാതെ ഉമ്മറപ്പടിയിൽ വച്ചാണ് വധം. ഭൂമിയിലും ആകാശത്തും വെച്ച് കൊല്ലപ്പെടരുത്. ഭൂമിയിൽ തൊടാതെ ആകാശത്തിലേക്ക് ഉയരാതെ മടിയിൽ വെച്ച് കൊല്ലുന്നു. ആയുധങ്ങൾ കൊണ്ട് കൊല്ലരുത്. ശരീരത്തിൻ്റെ തന്നെ അവയവമായ നഖം കൊണ്ടാണ് കൊല്ലുന്നത്. അങ്ങനെ ആ ലോകത്തിന് മുഴുവനും നാശം വിതച്ചുകൊണ്ട് നടന്ന ആ അസുരനെ ഭഗവാൻ വധിക്കുകയാണ് ചെയ്തത്. ഹരി ഓം നമസ്തേ. ശ്ലോകം 7. ത്യക്ത്വാ തം ഹതമാശു രക്തലഹരീ സിക്തോ ന മദ്വർഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഘാദ്യമാനേ ത്വയീം പ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖജരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. സാമാന്യാർത്ഥവും സാരാംശവും നോക്കാം. ത്യക്ത്വാ തം ഹതമാശു, ഭഗവാനെ അവിടുന്ന് ക്ഷണത്തിൽ കൊന്നുകളഞ്ഞ ആ അസുരൻ്റെ ശരീരത്തെ ഭഗവാൻ എന്തു ചെയ്തു? ത്യക്ത്വാ, വലിച്ചെറിഞ്ഞു, ഉപേക്ഷിച്ചു. ഇപ്പോൾ ഭഗവാന്റെ ശരീരം എങ്ങനെയുണ്ട്? രക്തലഹരി സിക്തോന്നമത് വർഷ്മണി, രക്തപ്രവാഹത്തിൽ കുളിച്ച് ഉന്നത ശരീരത്തോടുകൂടി പ്രത്യുൽപത്യ, ആ സദസ്സിലേക്ക് ഭഗവാൻ എടുത്തു ചാടി. ഉമ്മറപ്പടിയിൽ നിന്ന് സഭാമണ്ഡലത്തിലേക്ക് ഭഗവാൻ എത്തി. സമസ്ത ദൈത്യപടലീം, എല്ലാ അസുര സമൂഹത്തെയും ആഘാദ്യമാനേ ത്വയീ, മുറുക്കു തിന്നുന്നതുപോലെ പിടിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ അസുരന്മാരെല്ലാവരും കിടുകിടെ വിറച്ച് ഓടാൻ തുടങ്ങി. പ്രാമ്യത് ഭൂമി, ഭൂമി മുഴുവനും കുലുങ്ങി പമ്പരം പോലെ തിരിയാൻ തുടങ്ങി. വികമ്പിതാംബുധികുലം, സപ്തസമുദ്രങ്ങളും ഇളകിമറിഞ്ഞു. വ്യാലോലശൈലോത്കരം, പർവ്വതങ്ങളതാ ഇളകിമറിയുന്നു. പ്രോത്സപ്പത്ഖചരം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നീ ജ്യോതിഷ്ചക്രങ്ങൾ അവരുടെ പന്ഥാവ് വിട്ട് ചിതറിപ്പോയി. അഹോ ആശ്ചര്യം, എല്ലാം നിലതെറ്റി. ദുസ്താമവസ്ഥാം ദദൗ, ഭഗവാനെ
ചരാചര പ്രപഞ്ചം മുഴുവനും എന്തെന്നില്ലാത്ത വിഷമാവസ്ഥയെ പ്രാപിച്ചു. നരസിംഹമൂർത്തിയുടെ ഗ്രാസ്യോദ്യ തത്വത്തെ ശമിപ്പിക്കാൻ ബ്രഹ്മാദിദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ ശാന്തനാക്കണം. ഹിരണ്യകശിപുവിൻ്റെ മാറിടത്തിൽ നിന്നും തിളച്ചു പൊങ്ങി പ്രവഹിച്ച രക്തപ്രവാഹത്തിൽ കുളിച്ച നരസിംഹം കൊല്ലപ്പെട്ട ഹിരണ്യകശിപുവിനെ ഉപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ എല്ലാ അസുരന്മാരെയും നിഗ്രഹിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രപഞ്ചമാകെ വല്ലാതെ വിറച്ചുപോയി. ഭൂമി കുലുങ്ങാൻ തുടങ്ങി. സമുദ്രങ്ങളെല്ലാം ഇളകിമറിഞ്ഞു. അലകളടിച്ചു പൊങ്ങി. പർവ്വതങ്ങളാകെ കുലുങ്ങി ആടാൻ തുടങ്ങി. നക്ഷത്രങ്ങളെല്ലാം എടുത്തെറിയപ്പെടുന്നത് പോലെ തോന്നി. വല്ലാത്തൊരവസ്ഥാവിശേഷം പ്രപഞ്ചത്തിന് സംഭവിച്ചു. പ്രപഞ്ചസ്വരൂപനായി, കാലസ്വരൂപനായി, അനന്തപരിണാമമുള്ളവനായി പ്രത്യക്ഷപ്പെട്ട നരസിംഹത്തിൻ്റെ ഇളക്കം മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഇളക്കമാണ്. ഭൂതപ്രപഞ്ചത്തിൻ്റെ ആകെത്തുകയാണല്ലോ ഭഗവാൻ. അതിനാൽ എല്ലാം ഇളകി വശായതിൽ അത്ഭുതമില്ല. അത് കേവലം സ്വാഭാവികം മാത്രം. പ്രപഞ്ചം സ്പന്ദനമാണ്. നരസിംഹം പ്രപഞ്ചാതീതനാണ്. പ്രപഞ്ച മനസ്സിലുണ്ടാകുന്ന വികാരം പ്രപഞ്ചമാകെ പ്രതിഫലിക്കും എന്നുള്ളത് സത്യമാണ്. ആ പ്രതിഫലനമാണ് വിവിധ വസ്തുക്കളുടെ ഇളക്കമായി ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഹരി ഓം നമസ്തേ. ശ്ലോകം 8. താവൻ മാംസവപാകരാളവഭുഷം ഘോരാന്ത്രമാലാധരം തോം മധ്യേ സഭമിത്തരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരേ സ്ഥിതാഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷതാം. സാമാന്യാർത്ഥം സാരാംശവും നോക്കാം. താവത് അപ്പോൾ മാംസകരാളവഭുഷം, മാംസം, രക്തം, വപ, കുടൽമാല എന്നിവ കൊണ്ട്, വപ എന്ന് പറഞ്ഞാൽ മാംസരസം എന്നിവയെല്ലാം കൊണ്ട് ഘോരാന്ത്രമാലാധരം അതിഭയങ്കരമായ ശരീരത്തോടു കൂടിയവനും ആ കുടൽമാലയെല്ലാം ധരിച്ച് അതിഭയങ്കരമായ ശരീരത്തോടു കൂടിയിട്ടുള്ള ത്വാം ഭഗവാൻ, മധ്യേ സഭം സഭയുടെ മധ്യത്തിൽ, ഇത്തരോഷമുഷിതം ദുർവാരഗുർവാരവം വർദ്ധിച്ച കോപത്തോടെ സ്ഥിതി ചെയ്തുകൊണ്ട് ചെവി തുളച്ചു കയറുന്ന ആ സിംഹനാദത്തെ മുഴക്കി ഭഗവാൻ ഗർജിക്കുകയാണ്. ഭഗവാന്റെ രൂപം നമ്മളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കണം. ആർക്കാ ഭഗവാനെ സമീപിക്കാൻ സാധിക്കുക? അഭ്യേദം ഭഗവാന്റെ അടുത്ത് ചെല്ലാൻ, ന ശശാകേ ആരും ശക്തനായില്ല, കോപിന ഭുവനേ ഒരാൾ പോലും ശക്തനായില്ല. ഈ ലോകത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിൽ ആരും തന്നെ ആ ഭഗവാന്റെ അടുത്ത് ചെല്ലാനായിട്ട് ശക്തനായില്ല. കഹ അപി ബ്രഹ്മാവിന് പോലും സാധിച്ചില്ല. അവർ എന്തു ചെയ്തു? ദൂരേ സ്ഥിത എല്ലാവരും ദൂരെ ദൂരെ നിന്നതേ ഉള്ളൂ. എന്തുകൊണ്ട്? ഭീരവഹ എല്ലാവർക്കും ഭയം. ആർക്കൊക്കെയാണ് ഭയം? സർവേ, സർവൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, ദേവന്മാർക്കും, ശർവ ശിവനും, വിരിഞ്ച ബ്രഹ്മാവ്, വാസവമുഖാഹ ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ഭീരവഹ ഭയപ്പെട്ടുപോയി. ഭയചകിതരായിട്ട് ആലില പോലെ വിറച്ചുകൊണ്ട് ദൂരേ സ്ഥിത ദൂരെ നിന്നതേയുള്ളൂ. എന്നിട്ട് പ്രത്യേകമസ്തോഷത വേറെ വേറെ അവർ സ്തുതിക്കുകയാണ് ചെയ്തത്. അവർക്കാർക്കും തന്നെ ഭഗവാനെ സ്തുതിച്ച് ശാന്തനാക്കാൻ സാധിച്ചില്ല.
ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, മനുക്കൾ, പ്രജാപതിമാർ, ചാരണന്മാർ, യക്ഷന്മാർ, കിംപുരുഷന്മാർ, കിന്നരന്മാർ, വിഷ്ണുപാർഷദന്മാർ, ഇങ്ങനെ പലരും അവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ അസാധാരണമായ നരസിംഹാവതാരം കണ്ട് അവരെല്ലാവരും ഭയചകിതരായിത്തീർന്നു. കുടൽമാലയും രക്തവും മാംസവുമെല്ലാം അണിഞ്ഞ് ഭീമാകാരമായ രൂപം വേണ്ടി അട്ടഹാസം പൊഴിക്കുന്ന ആ നരസിംഹത്തിൻ്റെ കോപാനലജ്വാലയുടെ മുന്നിൽ എല്ലാവരും ഇതികർത്തവ്യതാമൂഢരായി ഇരുന്നുപോയി. ആർക്കും ആ നരസിംഹരൂപിയായ ഭഗവാന്റെ അടുത്ത് ചെല്ലാൻ സാധിച്ചില്ല. അവരെല്ലാം അകന്നിരുന്നു കൊണ്ട് പ്രത്യേകം ഭഗവാനെ സ്തുതിച്ചു. പരാപ്രകൃതിയായ പരമാത്മാവ് ശാന്തവും നിർവികാരവും നിരാകാരവും അഗാധവുമായ അനന്തബോധമാണ്. അപരാപ്രകൃതിയായി അത് പ്രകാശിക്കുമ്പോൾ ഏതു രൂപവും അതിനാകാം. വിവിധ വികാരങ്ങളുടെ രീതി അനുസരിച്ചുള്ള രൂപത്തിലായിരിക്കും ഭഗവത് സ്വരൂപം എടുത്ത് ഭക്തന്മാരെ രക്ഷിക്കുന്നത്. അങ്ങനെ ദേവന്മാരെല്ലാവരും വളരെ അകലെ നിന്നുകൊണ്ട് പ്രത്യേകം ആ നരസിംഹരൂപിയായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത്. ഹരി ഓം നമസ്തേ. ശ്ലോകം 9. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുലഃ ശാന്തസ്ത്വം കരമസ്യ മൂർധനി സമധാ സ്തോത്രൈരധോദ്ഗായതഃ തസ്യാ കാമദിയോപി തേ നിദവരം ലോകായ ചാനുഗ്രഹം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഭൂയഃ അപി വീണ്ടും, അക്ഷതരോഷധാംനി ഭവതി ഭഗവാനെ അവിടുന്ന് വർദ്ധിച്ച രോഷം, അതായത് അടങ്ങാത്ത കോപത്തിന് പാത്രീഭൂതനായിട്ട് വർത്തിച്ചപ്പോൾ, ഭഗവാൻ ശാന്തമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ, ബ്രഹ്മാജ്ഞയാ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ജ്ഞാനമുദിച്ചു. ബ്രഹ്മാവ് എന്തു ചെയ്തു? ബാലകേ ആ ഉണ്ണിയോട്, അതായത് പ്രഹ്ലാദനോട് പറഞ്ഞു, ഉണ്ണി, നിനക്ക് വേണ്ടിയല്ലേ ഭഗവാൻ ഈ ഉഗ്രരൂപം എടുത്തത്? ചെല്ലു, അടുത്ത് ചെല്ലു. ഉണ്ണിക്ക് വല്ല പേടിയും ഉണ്ടായോ? ഇല്ല. ഭട്ടതിരിപ്പാട് പറയുന്നു, അപഭയേ ഒരു ഭയവുമില്ലാതെ ഭഗവാന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പദയോഹോ നമതി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? കാരുണ്യഭാരാകുലഃ ദയ കൊണ്ട് ആകുലനായി. കാരുണ്യവാരാനിധിയായ ഭഗവാൻ ആർദ്രഹൃദയനായി, ശാന്തനായി. എന്നിട്ട് ത്വം ഭഗവാനെ അങ്ങ് കരം അസ്യ മൂർധനി സമധാഹ ആ പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എപ്പോഴാണോ ഭഗവാൻ പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചത്, ആ കരസ്പർശമേറ്റപ്പോൾ പ്രഹ്ലാദന് ജ്ഞാനമുണ്ടായി. എന്നിട്ട് ആ പ്രഹ്ലാദൻ എന്ത് ചെയ്തു? സ്തോത്രൈഹി ഉദ്ഗായത സ്തുതിച്ചു, ഉറക്കെ ഗാനം ചെയ്തു. എവിടുന്നാണ് 5 വയസ്സായ കുട്ടിക്ക് സ്തോത്രം കിട്ടിയത്? ഭഗവാന്റെ അനുഗ്രഹം. ആ ധ്രുവബാലന് ഭഗവാൻ അനുഗ്രഹിച്ചില്ലേ? ആ ശംഖു കൊണ്ട് ആ കവിളിൽ ഒന്ന് തലോടി. അപ്പോഴേക്കും ആ ഉണ്ണി സ്തോത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അതുപോലെ ഇവിടെ ഇതാ ആ 5 വയസ്സായ പ്രഹ്ലാദ ബാലൻ, ചെറിയ കുട്ടിയായ ബാലൻ ഇവിടെ ഇതാ ഭഗവാനെ സ്തുതിക്കുന്നു. തസ്യ ആ പ്രഹ്ലാദന് അകാമധിയഃ ഒന്നും ആഗ്രഹമില്ല. നിഷ്കാമബുദ്ധിയോടുകൂടിയാണ് ഭഗവാനെ സ്തുതിച്ചത്. എങ്കിലും അകാമധിയഃ അപി
വരം തേ നിധാ. ഭഗവാൻ വരം നൽകി. എന്നിട്ടോ ലോകായ അനുഗ്രഹം ച, ലോകത്തിനു മുഴുവനും അനുഗ്രഹവും നൽകി. ബ്രഹ്മാവ് തുടങ്ങിയവരെല്ലാവരും പ്രത്യേകം സ്തുതിച്ചിട്ടും ഭഗവാന്റെ കോപം ഒട്ടും തന്നെ കുറയാതിരുന്നപ്പോൾ പിന്നീട് ദേവന്മാര് ലക്ഷ്മി ദേവിയെ കൊണ്ടുവന്നു. ദേവിക്ക് സ്തുതിക്കാൻ സാധിച്ചില്ല. ഭഗവാന്റെ അത്യാശ്ചര്യജനകമായ സ്വരൂപത്തെ മുമ്പ് കണ്ടിട്ടില്ലാത്തതിനാൽ ലക്ഷ്മി ദേവി അടുത്തുപോലും ചെന്നില്ല. ഭാഗവതം പറയുന്നു, സാക്ഷാശ്ചേ പ്രേക്ഷിത ദേവൈർ ദൃഷ്ട്വാ തന്മഹദത്ഭുതം അദൃഷ്ടാശ്രുതപൂർവത്വാത് സാനോപേയായ ശങ്കിത. അയ്യോ, ഈ രൂപത്തിൽ എൻ്റെ ഭഗവാനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി പോലും അടുത്ത് ചെന്നില്ല. ഭഗവാൻ ആർക്ക് വേണ്ടിയാ ഈ ഉഗ്രരൂപമെടുത്തത്? പ്രഹ്ലാദന് വേണ്ടിയല്ലേ? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഉണ്ണി ഭഗവാന്റെ പാദങ്ങളിൽ പോയി നമസ്കരിക്കൂ, എന്നിട്ട് സ്തുതിക്കൂ. ഉണ്ണിക്ക് ഒരു പേടിയും ഉണ്ടായില്ല. ഉണ്ണി ഭഗവാന്റെ മുന്നിൽ ചെന്നു ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭഗവാനതാ ഉണ്ണിയെ 2 കൈകൊണ്ടും അനുഗ്രഹിച്ചു. എന്നിട്ട് വാരിയെടുത്ത് മടിയിൽ വച്ചു. അച്ഛൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. ഇത്രയും നാൾ ആ ദൈത്യൻ ഇരുന്ന സിംഹാസനമല്ലേ, ഇതിനെ ശുദ്ധീകരിക്കണം. ഇനി ഈ സിംഹാസനം, ഈ ഉണ്ണി, എൻ്റെ ഭക്തൻ പ്രഹ്ലാദൻ ഇരിക്കാനുള്ള സിംഹാസനമാണ്. അതുകൊണ്ട് അതിൽ ഭഗവാൻ തന്നെ ഇരുന്ന് ആ സിംഹാസനത്തെ ശുദ്ധീകരിച്ചു. എന്നിട്ട് ഉണ്ണിയോട് ചോദിച്ചു, വരം ചോദിക്കൂ ഉണ്ണി എന്ന് പ്രഹ്ലാദനോട് ആവശ്യപ്പെട്ടപ്പോൾ പ്രഹ്ലാദൻ പ്രാർത്ഥിച്ചു, ഹേ ഭഗവാൻ, കാമവാസന തീരെ ഇല്ലാതാവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ പിതാവ് അങ്ങയുടെ മാഹാത്മ്യം അറിയാതെ അങ്ങയെ നിന്ദിച്ചു. ആ പാപത്തിൽ നിന്ന് പിതാവിനെ മുക്തനാക്കണം. ആര് ഉപദ്രവിക്കുന്നുവോ അവരോട് അല്പം പോലും ദേഷ്യം ഉണ്ടാവരുത്. ഒന്നിലും ആഗ്രഹമില്ലാത്ത പ്രഹ്ലാദൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഭഗവാൻ അനുഗ്രഹിച്ചു. ദൈത്യാധിപതിയായ നീ ചിരംജീവിയായിരുന്ന സമസ്ത സൗഭാഗ്യങ്ങളും അനുഭവിച്ചു കൊള്ളുക. നിന്റെ പിതാവ് മാത്രമല്ല, നിന്റെ കുലത്തിൽ 21 തലമുറയിലുള്ള പിതൃക്കൾ മുക്തരായിരിക്കുന്നു. ഭാഗവതത്തിൽ പ്രഹ്ലാദൻ്റെ സ്തുതിയുണ്ട്. പ്രഹ്ലാദൻ്റെ സ്തുതി ആരാണോ കീർത്തിക്കുന്നത് അവർ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരാകും, എല്ലാ മംഗളവും ഉണ്ടാകും. ബ്രഹ്മാവിനോട് പ്രഹ്ലാദനെ ദൈത്യരാജനായി അഭിഷേകം ചെയ്യാൻ ആജ്ഞാപിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഹരി ഓം, നമസ്തേ. ശ്ലോകം 10. ഏവം നാഡിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമന്നത്യന്തശുദ്ധാകൃതേ തത്താദൃങ് നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത് പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 10ാമത്തെ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഏവം ഇപ്രകാരം നാഡിതരൗദ്രചേഷ്ടിത വിഭോ. ഭട്ടതിരിപ്പാടിൻ്റെ അഭിപ്രായത്തിൽ ഭഗവാന്റെ രൗദ്രചേഷ്ട വെറും നാട്യം മാത്രമാണ്.
എന്താ കാരണം? ഭഗവാൻ ആരാ? അത്യന്ത ശുദ്ധാകൃതേ. ഭഗവാൻ ശുദ്ധ സത്വ പ്രകാശ സ്വരൂപനാണ്, സത്വഗുണസ്വരൂപിയാണ്. ഈ രൗദ്രഭാവം വെറും നാട്യം. ഈ പ്രപഞ്ചത്തിലെ മഹാനടൻ ആര്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഭഗവാൻ. എല്ലാം ഒരു നാടകം മാത്രം. ഇത് എവിടെ പറഞ്ഞിരിക്കുന്നു? ശ്രീതാപനീയാഭിധ. ശ്രീതാപനീയം എന്നു പേരുള്ള ഉപനിഷത്തിൽ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ. ആ ഉപനിഷത്തിൽ, ശ്രീതാപനീയം എന്ന ഉപനിഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ മാഹാത്മ്യം മുഴുവനും അതിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നൃസിംഹ താപനീയം എന്നാണ് ഉപനിഷത്തിൻ്റെ പേര്. വിഭോ, അങ്ങനെയുള്ള സർവവ്യാപിൻ, തത്താദൃങ് നിഖിലോത്തരം ത്വാം, എല്ലാ തരത്തിലും വെച്ച് സർവശ്രേഷ്ഠനായ അങ്ങയെ, പരഹ കഹ ലംഘയേത്, ആർക്ക് അതിക്രമിക്കാൻ കഴിയും ഭഗവാനെ? ഹേ പ്രഹ്ലാദപ്രിയ, ഭട്ടതിരിപ്പാട് ഭഗവാനെ വിളിക്കുന്നത് കേട്ടോ. പ്രഹ്ലാദൻ്റെ അവസ്ഥ ഉള്ളവരെല്ലാവരും തന്നെ പ്രഹ്ലാദന്മാരാണ്. എല്ലാ ആഗ്രഹങ്ങളെയും കളയണം, ആരോടും ഒട്ടലില്ലാതെ ജീവിക്കണം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഭഗവാൻ പ്രഹ്ലാദപ്രിയൻ എന്ന് സംബോധന ചെയ്തപ്പോൾ ഞാൻ ഭക്തപ്രിയനാണ് എന്ന് അശരീരി കേൾക്കുക ഉണ്ടായി എന്ന് ആചാര്യന്മാർ ഐതിഹ്യം പറയാറുണ്ട്. പ്രഹ്ലാദൻ എന്ന പേരോടുകൂടിയ ഒരു ഭക്തനിൽ മാത്രം പ്രിയമുള്ളവൻ എന്ന അർത്ഥമല്ല കാണേണ്ടത്. പ്രഹ്ലാദമുള്ളവരൊക്കെ പ്രഹ്ലാദന്മാരാണ്. അവരൊക്കെ ഭഗവാന് പ്രഹ്ലാദ പ്രിയനുമാണ്. ഭക്തിരഹരിയിൽ ആനന്ദം അനുഭവിക്കുന്നവരാണ് പ്രഹ്ലാദൻ. അതുകൊണ്ട് ഭഗവാൻ പ്രഹ്ലാദന് മാത്രം പ്രിയപ്പെട്ടവനല്ല. ശ്രീകോവിലിൽ ഇരുന്ന് ഭഗവാൻ പറഞ്ഞു പത്രേ, നന ഭക്തപ്രിയ, ഞാൻ എല്ലാ ഭക്തന്മാർക്കും പ്രിയമുള്ളവനാണ്. ഹേ മരുൽപുരപതേ, ഹേ ഗുരുവായൂരപ്പ, സർവാമയാത് പാഹിമാം, എന്നെ സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിച്ചിരിക്കുകയാണ്. ഈ പ്രഹ്ലാദ ചരിതത്തിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കാനുള്ളത്? മനസാ വാചാ കർമ്മണ, മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അതിൽ നിന്നും ദുഃഖശമനം ഉണ്ടാവില്ല. ഭഗവാന്റെ ഭക്തന് ഒരിക്കലും ഭയമുണ്ടാവില്ല, ഭീരുത്വം, പേടി ഒന്നും തന്നെ ഉണ്ടാവില്ല. ദുഷ്ടശക്തികളൊന്നും ഉപദ്രവിക്കില്ല, അടുക്കപ്പോലും എത്തില്ല. അഥവാ ഉപദ്രവിച്ചാൽ തന്നെ അതൊന്നും ഏൽക്കുക പോലും ഇല്ല. ദുഷ്കീർത്തി എന്നുള്ളത് ഭഗവാന്റെ ഭക്തന് ഒരിക്കലും ഉണ്ടാവില്ല. അപമാനം എന്നൊന്നില്ലേ ഇല്ല. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, മാനാപമാനോ മാനയോ തുല്യ, മാനവും അപമാനവും എല്ലാം തുല്യമായി കാണും. പിന്നെ ഭൂമി, ധനം എന്നിവയെല്ലാം ധാരാളം ഉണ്ടാകും. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും, സൽകീർത്തി ഉണ്ടാകും. നമുക്കൊന്നേ വേണ്ടൂ, ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ പരമമായിട്ടുള്ള ശാന്തി നമുക്ക് അനുഭവപ്പെടും. ഭഗവാന്റെ രൂപം കാണുമ്പോൾ സജ്ജനങ്ങളുടെ മനസ്സ് ശാന്തമാകും, ദുർജനങ്ങൾക്ക് പേടി വരും. ഈ പ്രപഞ്ചത്തിലെ മഹാനടൻ ഭഗവാൻ തന്നെയാണ്. ശ്രീധരാചാര്യർ ശ്രീ നരസിംഹമൂർത്തിയെയാണ് ആരാധിച്ചിരുന്നത്. ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ എന്താ ഗുണം? അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം, ദേഹി മേ കൃപയാ വിഷ്ണു ത്വയി ഭക്തിരചഞ്ചലേ. ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ സുഖമായിട്ട് മരിക്കാം, കിടന്ന് പാ കീറണ്ട, ദേഹം പൊട്ടണ്ട, ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ ഭഗവാനെ
എന്നിൽ കരുണ കാണിക്കണേ. എനിക്ക് അങ്ങയിൽ അചഞ്ചലമായിട്ടുള്ള ഉറച്ച ഭക്തി തന്നെ അനുഗ്രഹിക്കണേ. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപങ്കടും പശികടും വ്യസനങ്ങൾ തീരും. നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. ഈ പ്രഹ്ലാദ ചരിതം നമ്മൾ എന്നും വായിക്കണം. നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തൻ്റെ പിതാവിൽ നിന്നും എന്തെല്ലാം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും അച്ഛൻ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിച്ചിട്ടും അച്ഛനോട് അല്പം പോലും ആ ഉണ്ണിക്ക് വിരോധമുണ്ടായില്ല. ഭഗവാനിൽ ഉറച്ച ഭക്തി ഉള്ളതുകൊണ്ട് ആ ഉണ്ണി ഒരു വേദനയും അറിഞ്ഞില്ല. അച്ഛനും 21 തലമുറയ്ക്കും മുക്തി നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ നരസിംഹാവതാരം ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ പ്രഹ്ലാദ ചരിതം 2 ദശകങ്ങളിലായിട്ടാണ് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത്. 24ഉം 25ഉം ഈ 2 ദശകങ്ങളും നമ്മൾ എന്നും വായിക്കേണ്ടതാണ്. നമുക്ക് ഭക്തി ഉണ്ടാകാനും എല്ലാ ഭയങ്ങളിൽ നിന്നും മോചനം നേടാനും ഒക്കെ ഈ നരസിംഹാവതാരം സഹായിക്കും. എൻ്റെ ഭക്തൻ ഒരിക്കലും നാശമില്ല എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് ഇവിടെ പ്രത്യക്ഷമാക്കി തരികയാണ്. ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം നമസ്തേ. ഹരി ഓം. നരസിംഹ അവതാരസ്തുതി. മംഗളം സ്തംഭഡിംബായ മംഗളം മൃത്യുമൃത്യവേ മംഗളം രൗദ്രരൂപായ നരസിംഹായ മംഗളം. ഹിരണ്യകശിപും ഹത്വാ ദൈത്യേന്ദ്രം ദേവകണ്ഠകം ജഗദ്രക്ഷണദുര്യായ ജഗദ്ബീജായ മംഗളം. പ്രഹ്ലാദസ്തുതി സന്തുഷ്ട പ്രസന്ന നിജമൂർത്തയേ വരദാഭയഹസ്തായ വരദായ ച മംഗളം. കരാഗ്രേർവജ്രസംസ്പർശേ നഖരേർശത്രുധാരിണേ തീഷ്ണദംഷ്ട്രായ തന്വായ താക്ഷ്യവാഹായ മംഗളം. നരകണ്ഠീരവാകാര വ്യക്താത്യുഗ്രവിഭൂതയേ മൃഗേന്ദ്രായ നരേന്ദ്രായ ദൈവതേന്ദ്രായ മംഗളം. കിരീടകാരകേയൂര കുണ്ഡലാലങ്കൃതായ ച കോടിസൂര്യപ്രകാശായ ദൈത്യഹിംസായ മംഗളം. ത്രിയുഗായ ത്രിപുഷ്ടായ ത്രിഗുണായ ത്രിമൂർത്തയേ നരകേസരിരൂപായ ലക്ഷ്മീലോലായ മംഗളം. മത്സ്യകച്ഛപവരാഹ രാമവാമനമൂർത്തയേ രാമകൃഷ്ണാത്മനെ ബൗദ്ധ കൽക്കിസിംഹായ മംഗളം. സർവബീജായ സത്യായ സർവാധിഷ്ഠാനമൂർത്തയേ സർവേശ്വരായ സർവസ്മൈ തത്വസിംഹായ മംഗളം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം നമസ്തേ. നരസിംഹ അവതാരം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നരസിംഹ അവതാര സ്തുതി കൂടി പാരായണം ചെയ്യേണ്ടതാണ്. ഹരി ഓം നമസ്തേ.